ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 97-ാമത്തെ ശ്ലോകമാണ് നോക്കാനുള്ളത്. ഇത്യേതത്തെ സമാഖ്യാതം യത് പൃഷ്ടോഹം ത്വയാനഘ കലൗ ഭാഗവതീ വാർത്താ ഭവരോഗവിനാശിനി. ഇത്യേതത്തെ സമാഖ്യാതം യത് പൃഷ്ടോഹം ത്വയാനഘ, ത്വയാ അനഘ, അല്ലയോ പരിശുദ്ധനായിട്ടുള്ള ശ്രീ സൂതൻ പറയുകയാണ് ശ്രീ ശൗനക മഹർഷിയോട്, അനഘ ത്വയാ യത് പൃഷ്ടോഹം, അല്ലയോ പരിശുദ്ധനായിട്ടുള്ളവനെ ശ്രീ ശൗനക മഹർഷിയെ അങ്ങയാൽ, ത്വയാ അങ്ങയാൽ, യത് പൃഷ്ടോഹം അങ്ങയാൽ ചോദിക്കപ്പെട്ടിട്ടുള്ള ചോദ്യത്തിനുള്ള ഉത്തരം, ഇതി ഏതത് തേ സമാഖ്യാതം, ഇത് ചോദ്യത്തിനുള്ള ഉത്തരം ഈ വിധം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, സമാഖ്യാതം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കലൗ ഭാഗവതീ വാർത്ത ഭവരോഗവിനാശിനി. കലൗ ഭാഗവതീ വാർത്ത, കലൗ ഈ കലിയുഗത്തിൽ, ഭാഗവതീ വാർത്ത ഭഗവത് കഥ, ഈ ഭാഗവത കഥ ശ്രവണം കൊണ്ട് തന്നെ ഭവരോഗവിനാശിനി, ഈ സംസാരമാകുന്ന രോഗത്തെ, ഇത് ഒരു രോഗമാണ്, മാറാരോഗം പോലെ, അതായത് ഇങ്ങനെ ജനിച്ചും മരിച്ചും ഈ ചക്രത്തിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്ന ഈ സംസാര രോഗത്തെ വിനാശിനി, പൂർണ്ണമായും നശിപ്പിക്കുന്ന ഒരു സിദ്ധൌഷധമാകുന്നു. അല്ലയോ ശ്രീ ശൗനക മഹർഷിയെ, അങ്ങ് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ഇതോടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഇത്യേതത്തെ സമാഖ്യാതം യത് പൃഷ്ടോഹം ത്വയാനഘ കലൗ ഭാഗവതീ വാർത്താ ഭവരോഗവിനാശിനി. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഇത്യേതത്തെ, ഇതി ഏതത്, തത് തേ, ഇങ്ങനെയാണ് ആ വാക്കുകൾ വരുന്നത്. നമ്മളവിടെ പദം പിരിക്കേണ്ട. തത്തേ, തതത്തെ, തത്തേ, അത് രണ്ടാമത്തെ ത കൂട്ടക്ഷരമാണ്, വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത യത് പൃഷ്ടോഹം, വിശ്ലേഷണമുള്ളത് കൊണ്ട് തന്നെ ഓകാരം നീട്ടിയെടുക്കുക. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. അതുപോലെ ത്വയാനഘ, ത്വയാ അനഘ ആണ്, അതും ശ്രദ്ധിക്കുക. ഇനി അടുത്തത് 98-ാമത്തെ ശ്ലോകമാണ്. കൃഷ്ണപ്രിയം സകലകൽമഷനാശനം ച മുക്ത്യേകഹേതുമിഹ ഭക്തിവിലാസകാരി സന്തഃ കഥാനകമിദം പിബതാദരേണ ലോകേ ഹി തീർത്ഥപരിശീലനസേവയാ കിം. കൃഷ്ണപ്രിയം സകലകൽമഷനാശനം ച, അല്ലയോ സജ്ജനങ്ങളെ, ഈ ശ്രീകൃഷ്ണ കഥ, കൃഷ്ണപ്രിയം, ശ്രീകൃഷ്ണ ഭഗവാനെ പ്രീതിയെ ജനിപ്പിക്കുന്നതാണിത്. ഈ ശ്രീമദ് ഭാഗവത കഥയെന്ന് പറയുന്നത് ഭഗവാനിങ്കൽ പ്രീതി ഉളവാക്കുന്നതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ്. പിന്നെയോ സകല കൽമഷനാശനം, എല്ലാ തരത്തിലുമുള്ള കൽമഷം എന്നാൽ പാപങ്ങളെയും ഇത് നശിപ്പിക്കുന്നതാണ്. പിന്നെയോ മുക്തിയേകഹേതുമിഹ, മുക്തി ഏകഹേതും, മുക്തിക്ക് ഉതകുന്നതായിട്ടുള്ള ഒരേ ഒരു സാധനം എന്ന് പറയുന്നത് ഈ ശ്രീമദ് ഭാഗവത കഥാശ്രവണം തന്നെയാണ്. ഭക്തിവിലാസകാരി, എല്ലാവർക്കും ഭക്തിയെ എല്ലാവരിലും ഭക്തിയെ ഉജ്ജ്വലിപ്പിക്കുന്നതായിട്ടുള്ളതാണ് ഈ കഥ. സന്തഃ കഥാനകമിതം പിബത ആദരേണ, സന്തഃ അല്ലയോ സജ്ജനങ്ങളെ, കഥാനകം ഇതം ഈ ഭാഗവത കഥാമൃതത്തെ അതുകൊണ്ട് തന്നെ പിബത ആദരേണ ധാരാളം പാനം ചെയ്തോളൂ. എങ്ങനെ? ആദരേണ, ആദരപൂർവം തന്നെ ഇതിനെ പാനം ചെയ്യണം. ലോകേഹി തീർത്ഥ പരിശീലന സേവയാക്കിം, ലോകേഹി ഈ ലോകത്തിലെ തീർത്ഥ പരിശീലന സേവയാക്കിം, പല ദുഃഖങ്ങൾക്കും ഈ ലോകത്തിൽ കാരണമായിട്ടിരിക്കുന്നതായിട്ടുള്ള
അർത്ഥങ്ങളെ അല്ലെങ്കിൽ ഭൗതികമായ നേട്ടങ്ങളെ നമ്മൾ സമ്പാദിക്കുന്നത് കൊണ്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടാനാണ്? ലോകേഹി തീർത്ഥ പരിശീലന സേവയാക്കും. അതായത് ഈ ലോകത്തിൽ നമ്മൾ നേടണമെന്ന് കരുതുന്നതൊക്കെ നേടുന്നതിന് വേണ്ടി വല്ലാതെ നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട്. എന്തെല്ലാം പാടുപെട്ടിട്ടാണ് ഓരോന്ന് നേടുന്നത്. പക്ഷെ അതുകൊണ്ടൊക്കെ എന്തു പ്രയോജനമാണ്? മനസ്സിനൊരിക്കലും ശാന്തി കിട്ടുന്നില്ല എങ്കിൽ, അതൊന്നും നമ്മുടെ പാപങ്ങളെ നശിപ്പിക്കുന്നില്ല എങ്കിൽ, പകരം നമ്മളെ കൊണ്ട് മനസ്സാ വാചാ കർമ്മണ പാപങ്ങളിൽ നിന്ന് പാപങ്ങളിലേക്കാണത് കൊണ്ടുപോകുന്നതെങ്കിൽ ഈ ഓട്ടത്തിന്, ഈ നേട്ടത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിന് എന്തു പ്രയോജനമാണുള്ളത്? മറിച്ച് ഈ ഭാഗവത കഥയെ ഒരു 7 ദിവസം കൊണ്ട് ആ ഓട്ടമൊക്കെ മാറ്റിവെച്ചൊന്ന് കേൾക്കുവാനിരുന്നാൽ അതുകൊണ്ട് നമുക്ക് എന്തെന്ത് നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത്? സകല പാപങ്ങളെയും നമ്മുടെ ഇല്ലാതെയാക്കുന്നു. തന്നെയല്ല, മുക്തി ലഭിക്കുന്നതിനുള്ള ഏക ഉപാധി ഈ ഭാഗവത കഥയാണ്. ഉള്ളിലാകട്ടെ ഭക്തി നിറഞ്ഞിട്ട് നമ്മളിൽ സച്ചിന്തകൾ മാത്രം ഉണ്ടാകുന്നതാണ്. സച്ചിന്തകൾക്ക് മാത്രം ഇരിപ്പിടമായി ഭവിക്കുന്നതാണ് ഉള്ളം. അങ്ങനെയുള്ള ഈ ശ്രീമദ് ഭാഗവതത്തെ ആദരപൂർവം പാനം ചെയ്യുന്നതിനേക്കാൾ മഹത്തരമായിട്ട് എന്താണുള്ളത്? ഈ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പരക്കം പായണ്ട സജ്ജനങ്ങളെ എന്ന് ഇവിടെ ഉദ്ഘോഷിക്കുകയാണ്. അതായത് വളരെ നിസ്സാരങ്ങളായിട്ടുള്ള അർത്ഥാദികളിൽ നമ്മൾ ചിന്തയെ അങ്ങനെ തളച്ചിടാതെ ഈ ശ്രീമദ് ഭാഗവതത്തെ കേൾക്കുന്നതിനായിക്കൊണ്ട് നമ്മൾ തയ്യാറാകുവിൻ എന്ന് പറയുകയാണ്. അപ്പോൾ സേവ ചെയ്യേണ്ടത് ശ്രീമദ് ഭാഗവതത്തെയാണ്, ഭൗതികമായ അർത്ഥങ്ങളെ അല്ല എന്ന് അർത്ഥം. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. കൃഷ്ണപ്രിയം സകല കൽമഷനാശനം ച മുക്ത്യേക ഹേതുമിഹ ഭക്തിവിലാസ്യകാരി സന്തഃ കഥാനകമിതം പിബദാദരേണ ലോകേ ഹി തീർത്ഥ പരിശീലന സേവയാക്കിം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പൊതുവെ എളുപ്പമുള്ള ഒരു ശ്ലോകമാണ്. സന്തഃ, അവിടെ ഒരു വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. അതുപോലെ മുക്ത്യേക ഹേതുമിഹ, മുക്തി ഏക ഹേതും ഇഹ ആണ്. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. ഇനി അടുത്തത് 99-ാമത്തെ ശ്ലോകമാണ്. സ്വപുരുഷമഭിവീക്ഷ്യ പാശഹസ്തം വദതി യമഃ കില തസ്യ കർണമൂലേ പരിഹര ഭഗവത് കഥാസു മത്താൻ പ്രഭുരഹമന്യനൃണാം ന വൈഷ്ണവാനാം. സ്വപുരുഷം അഭിവീക്ഷ്യ പാശഹസ്തം. പാശഹസ്തം, പാശം കയ്യിൽ എടുത്തിട്ടുള്ളതായിട്ടുള്ള സ്വപുരുഷം അഭിവീക്ഷ്യ, ഭൃത്യനെ നോക്കിയിട്ട്, തൻ്റെ സ്വപുരുഷം എന്ന് പറഞ്ഞാൽ തൻ്റെ പുരുഷന്മാരെ, തൻ്റെ ഭൃത്യന്മാരെ നോക്കിയിട്ട്, അഭിവീക്ഷ്യ നോക്കിയിട്ട്, വദതി യമഃ കില തസ്യ കർണമൂലേ. വദതി യമഃ, യമദേവൻ ഇപ്രകാരം അവരുടെ കില തസ്യ കർണമൂലെ, അവരുടെ കർണമൂലത്തിൽ, അവരുടെ കാതുകളിൽ ഇപ്രകാരം വദതി, ഉപദേശിക്കുന്നു. എന്താ? പരിഹര ഭഗവത് കഥാസുമത്താൻ പ്രഭുരഹം അന്യനൃണാം ന വൈഷ്ണവാനാം. അവരുടെ കാതുകളിൽ എന്താ പറയുന്നത്? ന വൈഷ്ണവാനാം, വിഷ്ണു ഭക്തന്മാരുടെ സന്നിധിയിൽ പ്രവേശിക്കരുത്. പിന്നെയോ അന്യനൃണാം, പ്രഭു അന്യനൃണാം, ആ ഭഗവാന്മാർ, ഈ വൈഷ്ണവന്മാരല്ലാത്തതായിട്ടുള്ള അവരൊഴിച്ചുള്ള മറ്റു മനുഷ്യരിൽ മാത്രമേ എനിക്ക് മത്താൻ പ്രഭു, എനിക്ക് അധികാരമുള്ളൂ എന്ന് പറഞ്ഞാൽ, എനിക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ അവകാശമുള്ളത് വൈഷ്ണവ ഭക്തന്മാരല്ലാത്തതായിട്ടുള്ള മനുഷ്യരെ മാത്രമാണ്. വൈഷ്ണവ ഭക്തന്മാരുടെ അടുത്ത് നിങ്ങൾ പോകരുത് എന്ന് തൻ്റെ ഭൃത്യന്മാരുടെ കാതുകളിൽ ചെന്ന് യമദേവൻ ഉപദേശിക്കുവാൻ മറക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഭക്തന്മാരെ സ്വീകരിക്കുന്നതപ്പോൾ ആരാണ് എന്ന് ചോദിച്ചാൽ വിഷ്ണു പാർഷദന്മാർ നേരിട്ട് വന്ന് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്യുന്നത്. അതൊക്കെ ഇനിയും വളരെ വിശദമായിട്ട് നമുക്ക് തുടർന്നുള്ള ഭഗവാന്റെ ലീലകളിലൊക്കെ കാണാം. വിഷ്ണു പാർഷദന്മാർ വന്ന് ഈ യമഭടന്മാരുടെ കൈകളിൽ നിന്ന് തന്നെ
നാരായണ എന്ന 4 അക്ഷരം ജപിച്ച ഒരു ഭക്തനെ വന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ യമഭടന്മാരിൽ നിന്ന് രക്ഷിക്കുവാനും വിഷ്ണു പാർഷദന്മാർക്കാകും. അതുകൊണ്ട് വിഷ്ണു ഭക്തന്മാരുടെ അടുത്ത് നിങ്ങൾ പോകരുത്. കാരണം എനിക്ക് അവരിൽ യാതൊരു അധികാരവുമില്ല. അത് ഭഗവാന്റെ ഭക്തന്മാരാണ്. ഭഗവാനാണ് നിശ്ചയിക്കുന്നത് എപ്പോഴാണ് പോകേണ്ടത്, എങ്ങനെയാണ് പോകേണ്ടത് എന്ന്. അവരെ എൻ്റെ ഭടന്മാർ, എൻ്റെ ഭൃത്യരായിട്ടുള്ള നിങ്ങൾ അവരുടെ സമീപത്തെങ്ങും പോകരുത് എന്ന് പ്രത്യേകം കാതുകളിൽ ഉപദേശം നൽകിയാണ് പാശവും പിടിച്ചു നിൽക്കുന്ന യമദൂതന്മാരെ യമദേവൻ ഭൂമിയിലേക്ക് വിടുന്നത്. നോക്കൂ, അത്രമാത്രം മാഹാത്മ്യം, മഹത്വം, ശ്രേഷ്ഠത വിഷ്ണു ഭക്തന്മാർക്കുണ്ട് എന്നർത്ഥം. കാരണം തൻ്റെ ഭക്തനെ രക്ഷിക്കുന്നത് ഭഗവാനാണ്. ആ ഉത്തരവാദിത്വം അല്ലെങ്കിൽ തൻ്റെ ഭക്തൻ്റെ മേലധികാരി ഭഗവാൻ മാത്രമാണ്. അവിടെ യമദേവനു പോലും ആ ബന്ധത്തിൻ്റെ ഇടയ്ക്ക് പ്രവേശിക്കുവാൻ യമദൂതന്മാർക്ക് പോലും കഴിയില്ല എന്ന് യമദേവൻ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് തൻ്റെ ഭൃത്യർക്ക്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. സ്വപുരുഷം അപിവീക്ഷ്യ പാശഹസ്തം വദതി യമഃ കില തസ്യ കർണമൂലേ പരിഹര ഭഗവത് കഥാസുമത്താൻ പ്രഭുരഹമന്യ നൃണാം ന വൈഷ്ണവാനാം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: സ്വപുരുഷം അപിയാണ് മായയുടെ അകാരം ശ്രദ്ധിക്കുക. അതുപോലെ യമ അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ അടുത്തത് പ്രഭു അഹം അന്യനൃണാം. മത്താൻ പ്രഭു അഹം, ഞാൻ അങ്ങനെയുള്ളവരിൽ എനിക്ക് യാതൊരു അധികാരവുമില്ല. അപ്പോൾ പ്രഭുരഹം അന്യനൃണാം, രായുടെ അകാരം ശ്രദ്ധിക്കുക. അതുപോലെ പ്രഭുരഹമന്യനൃണാം, മായയുടെയും അകാരം ശ്രദ്ധിക്കുക. ഇനി അടുത്തത് 100ാമത്തെ ശ്ലോകമാണ്. അസാരേ സംസാരേ വിഷയവിഷസംഗാകുലധിയ ക്ഷണാർത്ഥം ക്ഷേമാർത്ഥം പിബത ശുകഗാഥാതുലസുധാം കിമർത്ഥം വ്യർത്ഥം ഭോ വ്രജത കുപഥേ കുൽസിതകഥേ പരീക്ഷിത് സാക്ഷീയ ശ്രവണഗത മുക്തിയുക്തികഥനേ. നമുക്ക് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. അസാരേ സംസാരേ. അസാരേ എന്ന് പറഞ്ഞാൽ സാരമില്ലാത്തതായിട്ടുള്ള, യാതൊരു മൂല്യവുമില്ലാത്തതായിട്ടുള്ള സംസാരേ, ഈ സംസാരത്തിൽ വിഷസംഗ ആകുലധിയ, വിഷയങ്ങളാകുന്ന വിഷങ്ങളോട് സംഘം ചേർന്നത് നിമിത്തം ആകുലധിയ, ക്ലേശിക്കുന്ന വൃത്തികളോടുകൂടിയ ജനങ്ങളെ ഇവിടെ പറയുകയാണ്. ക്ഷണാർത്ഥം ക്ഷേമാർത്ഥം, നിങ്ങൾ ക്ഷണാർത്ഥം ഒരല്പസമയമെങ്കിലും, ക്ഷേമാർത്ഥം എന്തിനു വേണ്ടി, നിങ്ങളുടെ ക്ഷേമത്തിനായിക്കൊണ്ട്, നിങ്ങളുടെ ശ്രേയസ്സിനായിക്കൊണ്ട്, പിബത ശുകഗാഥ അതുലസുധ, പിബത പാനം ചെയ്യൂ, എന്ത്, ശുകഗാഥ ശ്രീ ശുക മഹർഷിയാൽ ഗാനം ചെയ്യപ്പെട്ടിട്ടുള്ള ഈ അതുലസുധാം, മറ്റൊന്നിനോടും തുലനം ചെയ്യാനാവാത്തതായിട്ടുള്ള ഈ അമൃതത്തെ അല്പനേരമെങ്കിലും പാനം ചെയ്യൂ. കിമർത്ഥം, അതെന്തിനു വേണ്ടിയിട്ടാണ്, ക്ഷേമാർത്ഥം നിങ്ങളുടെ തന്നെ ശ്രേയസ്സിനായിക്കൊണ്ട്. കിമർത്ഥം വ്യർത്ഥം ഭോ വ്രജത കുപഥേ കുൽസിത കഥേ. കുൽസിത കഥേ, ഈ കുൽസിത കഥകളൊക്കെ നമ്മളെ ഇങ്ങനെ വ്യാമോഹിപ്പിക്കുന്നതായിട്ടുള്ള മറ്റുള്ള ഗ്രന്ഥങ്ങളിലൊന്നും നിങ്ങൾ പരിഭ്രമിക്കേണ്ട, അതിൻ്റെ ഒന്നും പിന്നാലെ നിങ്ങൾ പോകേണ്ടതില്ല. കിമർത്ഥം വ്യർത്ഥം, അതൊക്കെ വ്യർത്ഥമാണ്, അതിനൊന്നും പ്രത്യേകിച്ച് യാതൊരു അർത്ഥവുമില്ലാത്തതായിട്ടുള്ള ഇതിൻ്റെ ഒന്നും പിന്നാലെ നിങ്ങൾ പോകണ്ട, മറ്റുള്ള കുൽസിത കഥകൾക്ക് പിന്നാലെ പോകണ്ട. പിന്നെയോ പരീക്ഷിത് സാക്ഷി യശ്രവണഗത മുക്തിയുക്തി കഥനെ. പരീക്ഷിത് സാക്ഷി, ഈ ഭാഗവത കഥ കേൾക്കുന്നതിന്
പരീക്ഷിത്ത് മഹാരാജാവ് തന്നെയാണ് ഇതിന് ഉത്തമ ഉദാഹരണമായിട്ടുള്ളത്. കാരണം യഥ ശ്രവണ ഗത മുക്തി, യാതൊന്ന് കേട്ടിട്ടുണ്ട്, യാതൊരു ഭാഗവത കഥ കേട്ടതുകൊണ്ട് മാത്രം മുക്തി നേടിയെടുത്തു എന്നുള്ള മുക്തിയുക്തി കഥനെ, അതായത് ഈ ശ്രീമദ് ഭാഗവത കഥ കേട്ടതുകൊണ്ട് മാത്രം മുക്തി നേടിയ യാതൊന്നാണോ പരമമായ പുരുഷാർത്ഥം, ആ മോക്ഷപദത്തിലേക്ക് എത്തിച്ചേർന്നതിന് ഈ പരീക്ഷിത്ത് മഹാരാജാവ് തന്നെയാണ് ഏറ്റവും നല്ല സാക്ഷി അഥവാ ഉദാഹരണം. അതുകൊണ്ട് നമ്മുടെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം ആ മുക്തിയാണ്, മോക്ഷമാണ് എന്നിരിക്കെ മറ്റുള്ള ഒരു ഗ്രന്ഥങ്ങളുടെയും കഥകളുടെയും പിന്നാലെ പോകേണ്ടതില്ല. നമ്മുടെ മുൻപിൽ ഉദാഹരണമുണ്ടല്ലോ, പരീക്ഷിത്ത് മഹാരാജാവിനെ പോലെ ഈ ശ്രീമദ് ഭാഗവത കഥയെ അങ്ങോട്ട് പാനം ചെയ്തോളൂ, ശ്രീശുക മഹർഷി പറഞ്ഞു തന്ന. അതോ മറ്റൊന്നിനോടും എടുത്തു പറഞ്ഞു അതുലസുധ, മറ്റൊന്നിനോടും തുലനം ചെയ്യാനാവാത്ത വിധത്തിലുള്ള അത്രയും മഹത്തായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഈ അമൃതത്തെ അങ്ങോട്ട് അല്പനേരമെങ്കിലും, ക്ഷണാർത്ഥം എന്നാ പറഞ്ഞ അല്പസമയമെങ്കിലും പാനം ചെയ്തോളൂ. നമുക്ക് 24 മണിക്കൂർ ഒരു ദിവസമുള്ളതിൽ 24 മിനിറ്റെങ്കിലും നമ്മൾ ഈ ഒരു ഭാഗവത കഥ കേൾക്കുന്നതിന്, പഠിക്കുന്നതിന് നമുക്ക് സമയം കണ്ടെത്താനായാൽ, ഇവിടെ പറയുന്നു നമ്മളൊക്കെ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അസാരേ സംസാരേ വിഷയ വിഷസംഗ ആകുലധിയ, ഇതാണ് ഇന്ന് നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യാതൊരു കഴമ്പുമില്ലാത്ത, യാതൊരു എസൻസും ഇല്ലാത്ത സാരഹീനമായിട്ടുള്ള ഈ സംസാര വിഷയങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെ അറ്റാച്ച്മെൻറ്റ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. സംഘമുളവാക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എപ്പോഴും ആകുലധിയ, നമ്മളെപ്പോഴും ദുഃഖം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു, സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ക്ലേശിച്ചു കൊണ്ടിരിക്കുന്നു. അതിൽ നിന്നൊക്കെ നമുക്ക് മുക്തി നേടുവാൻ ഇവിടെ ഈ സംസാര സാഗരത്തിൽ ഇരിക്കുന്ന സമയത്ത്, ഇവിടെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഭാഗവത കഥയോട് നമ്മൾ സംഘം വെച്ചു പുലർത്തിയാൽ നമുക്ക് ഇവിടെ ഈ ഭൂമിയിൽ തന്നെ നമുക്ക് സുഖമായി, ശാന്തമായി, ശാന്തിയോടുകൂടി, മനസ്സമാധാനത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, ആനന്ദ നിർവൃതിയിൽ അലിഞ്ഞു ചേർന്ന് ജീവിക്കുവാൻ കഴിയും. മറ്റൊരു ഗ്രന്ഥങ്ങളും തേടിപ്പോകേണ്ട എന്നെടുത്തു പറയുകയാണിവിടെ. ഈ ശ്രീമദ് ഭാഗവത ഗ്രന്ഥം ഒന്ന് തന്നെ മതി. അതിന് ഉദാഹരിച്ചുകൊണ്ട്, പരീക്ഷിത്ത് മഹാരാജാവിനെ ഉദാഹരിച്ചുകൊണ്ട് നമുക്കത് സ്പഷ്ടമാക്കി തരികയാണ്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. അസാരേ സംസാരേ വിഷയവിഷസംഗാകുലധിയ ക്ഷണാർത്ഥം ക്ഷേമാർത്ഥം പിബത ശുകഗാഥാതുലസുധാം കിമർത്ഥം വ്യർത്ഥം ഭോ വ്രജത കുപഥേ കുൽസിതകഥേ പരീക്ഷിത് സാക്ഷീയശ്രവണഗത മുക്തിയുക്തികഥനേ. ശ്ലോകം വായിക്കുമ്പോൾ അല്പം ശ്രദ്ധിച്ച് വായിക്കുക. കാരണം വിഷസംഗാകുലധിയ അത് കഴിയുന്നതും ചേർത്ത് വായിക്കുക. പോരാങ്കിൽ അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുക. പിന്നെ അടുത്തത് ശുകഗാഥാതുലസുധാം, ശുകഗാഥ അതുലസുധാമാണ്. അവിടെയും വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. കിമർത്ഥം, കിം അർത്ഥം, മായുടെ അകാരം ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് യശ്രവണഗത മുക്തിയുക്തികഥനെ, അതും കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുവാൻ ശ്രമിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 101-ാമത്തെ ശ്ലോകമാണ്. ഭഗവാൻ അനുഗ്രഹിച്ചാൽ അത് അടുത്ത സത്സംഗത്തിലേക്ക് നമുക്ക് അർത്ഥവിചാരം ചെയ്യുവാനായിട്ട് വയ്ക്കാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.